മലയാള സിനിമയിലെ നിരവധി നടിമാർ ജനപ്രിയ നായകനായ ദിലീപിന്റെ നായികയായി സിനിമയിൽ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. അതിൽ പലരും പ്രശസ്തരാവുകയും ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, ഭാവന, നവ്യ നായർ, മീര ജാസ്മിൻ, നിത്യദാസ്, സമൃദ്ധ, മീരാനന്ദൻ തുടങ്ങി നിരവധി പേരാണ് ദിലീപ് ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ച് തുടക്കം കുറിച്ചത്. അഭിനയിക്കുമ്പോൾ ദിലീപുമായി വളരെ മികച്ച കെമിസ്ട്രി ഉണ്ട് എന്നതാണ് പലരുടെയും പ്രത്യേകത. കുടുംബ പ്രേക്ഷകരെയോ യുവപ്രേക്ഷകരെയോ ലക്ഷ്യം വെച്ചുള്ള ദിലീപിന്റെ സിനിമകളിലൂടെ നടിമാർ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലർക്ക് ദിലീപിന്റെ നായികയാകാൻ സാധിക്കാതെയും പോയിട്ടുണ്ട്. ദിലീപിന്റെ നായികയാകാൻ കഴിയാതെ മടങ്ങി ഇന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയുന്ന സൂപ്പർ ഹിറ്റ് നായികയായി മാറിയ ഒരു നടിയുണ്ട്. 2008 പുറത്തിറങ്ങിയ ക്രേസി ഗോപാലൻ എന്ന സിനിമയുടെ എറണാകുളത്ത് വെച്ച് നടന്ന ഓഡിഷനിൽ പങ്കെടുക്കാൻ അമ്മയോടൊപ്പം ഒരു പെൺകുട്ടി വരികയും വളരെ നന്നായി അഭിനയിക്കുകയും ചെയ്തു. സ്ക്രീൻ ടെസ്റ്റിൽ വളരെ നന്നായി അഭിനയിച്ചെങ്കിലും ആ നടിയെ അവസാനം വേണ്ടെന്ന് വെച്ചു. സ്ക്രീനിൽ കുറച്ചുകൂടി സൗന്ദര്യം തോന്നിപ്പിക്കുന്ന, കുറച്ചുകൂടി ഉയരവും പ്രായവുമുള്ള നടിയെ ആയിരുന്നു നായികയാകാൻ വേണ്ടിയിരുന്നത്. ശേഷം തെലുങ്ക് നടിയായ രാധാവർമ്മയാണ് ആ സിനിമയിൽ ഡയാന ജോൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. എന്നാൽ അന്ന് സ്ക്രീൻ ടെസ്റ്റിന് വന്ന ദിലീപിന്റെ നായികയാകാതെ പോയ ആ നടിയാണ് ഇന്ന് തെന്നിന്ത്യൻ സൂപ്പർ നായികയായ സാമന്ത. ക്രേസി ഗോപാലൻ ഇറങ്ങി 2 വർഷം കൂടി കഴിഞ്ഞാണ് സാമന്ത സിനിമാ പ്രവേശനം നടത്തുന്നത്. അതിനുശേഷം താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ വൻ കുതിപ്പാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം കോടികൾ വാങ്ങുന്ന നായികയായി മാറിയിരിക്കുകയാണ് സാമന്ത. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.